കേരളത്തിലെ വിദ്യാർത്ഥികൾക്കെല്ലാം മാർച്ചിൽ അവരുടെ ആനുവൽ എക്സാമും പബ്ലിക് എക്സാമും സ്റ്റാർട്ട് ചെയ്യാണ്. ഇനിയുള്ള ദിവസം എങ്ങനെയൊക്കെ പഠിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെ പഠിച്ചാലാണ് നിങ്ങൾക്ക് ഏറ്റവും മികച്ച മാർക്കിലേക്ക് എത്താൻ സാധിക്കുക എന്ന് പറഞ്ഞ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്റ്റഡി ടിപ്പുകൾ വരുന്നതാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഇത്ര അപ്ഡേറ്റ്സ് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചു. ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം നിങ്ങൾ കറക്റ്റ് നോട്ട് ചെയ്യും. ചില ആളുകൾക്ക് മാർച്ച് 5 ആയിരിക്കാം, മാർച്ച് 6 ആയിരിക്കാം, മാർച്ച് 4 ആയിരിക്കാം, പല ദിവസങ്ങളായിരിക്കും എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം കറക്റ്റ് നോട്ട് ചെയ്തിട്ട് ഈ വീഡിയോ കാണുന്നത് പോലെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നവർ എത്ര ദിവസങ്ങൾ ബാക്കിയുണ്ടോ ആ ദിവസങ്ങൾ മുഴുവൻ നിങ്ങൾ രാവിലെയും വൈകിട്ടും ഒക്കെ ആയിട്ട് ഒരു 7 മണിക്കൂറെങ്കിലും പഠിക്കാൻ തയ്യാറാവണം. അങ്ങനെ പഠിക്കാൻ തയ്യാറാവുന്നതിന് മുന്നേ നിങ്ങൾക്കുള്ള വിഷയങ്ങളെ ഈസി സബ്ജക്ട്, മീഡിയം സബ്ജക്ട്, ടഫ് സബ്ജക്ട് എന്നിങ്ങനെ 3 കാറ്റഗറി ആക്കി ഡിവൈഡ് ചെയ്യണം. എന്നിട്ട് ഏറ്റവും ഈസി ആയിട്ടുള്ള സബ്ജക്ട് നിങ്ങൾ വൈകിട്ട് 1-2 മണിക്കൂർ മാത്രം പഠിക്കുക. ടഫ് ആയിട്ടുള്ള സബ്ജക്റ്റാണ് നിങ്ങൾ കൂടുതൽ സമയം മാറ്റി വെക്കേണ്ടത്. രാവിലെയും ഉച്ചയ്ക്കും ഒക്കെ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കാൻ അത് തുടങ്ങണം. അപ്പോൾ നിങ്ങൾ പലരും പറയും, സാറേ ഞങ്ങൾക്ക് ഇപ്പോൾ ക്ലാസ് ഉണ്ട്. ക്ലാസ് ഇല്ലാത്ത ആളുകളാണ് ഈ ഒരു കാര്യം ഫോളോ ചെയ്യേണ്ടത്. ക്ലാസ് ഉള്ള ആളുകൾ രാവിലെ നേരത്തെ എണീറ്റിട്ട് ടഫ് സബ്ജക്റ്റും രാത്രി ഈസി ആയിട്ടുള്ള സബ്ജക്റ്റും എന്ത് ചെയ്യുക, പഠിക്കാൻ തയ്യാറാവുക. ഈ സമയം കൊണ്ട് ഒരു ചാപ്റ്റർ മുഴുവനായിട്ട് വേർഡ് ബൈ വേർഡ് പഠിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകൾ മനസ്സിലാക്കിയിട്ട് ആ ചാപ്റ്റർ ക്വിക്കായി റിവൈസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് ഈ സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. നിങ്ങൾ ഏത് ക്ലാസ്സാണ് നിങ്ങളുടെ എക്സാമിൻ്റെ ടൈം ടേബിൾ ഓൾറെഡി ഗവൺമെൻറ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ എക്സാമിൻ്റെ ടൈം ടേബിൾ നോക്കുന്നു. എന്നിട്ട് ചില എക്സാമുകൾക്കിടയിൽ 5, 6, 7 ദിവസങ്ങൾ ഗ്യാപ്പ് ഉണ്ടാവും. അത്രയും ഒരുപാട് ദിവസം ഗ്യാപ്പുള്ള വിഷയങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പം പഠിക്കേണ്ട ആവശ്യമില്ല. 1-2 ദിവസങ്ങൾ മാത്രം ഗ്യാപ്പുള്ള വിഷയങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ സമയത്ത് പഠിക്കാനായിട്ട് തയ്യാറാണ്. അതിൽ തന്നെ ചില വിഷയങ്ങൾ, ചില ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ടഫായിരിക്കും, ചില ചാപ്റ്റേഴ്സ് ഈസി ആയിരിക്കും. ഈ സമയത്ത് നിങ്ങൾ ടഫായിട്ടുള്ള ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഏറ്റവും ബുദ്ധിമുട്ടുള്ള ചാപ്റ്റേഴ്സാണ് ഈ സമയം നിങ്ങൾ കൂടുതലായിട്ട് പഠിക്കേണ്ടത്. പിന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻസും PYQs നന്നായിട്ട് റെഫർ ചെയ്യുക. ചില ചാപ്റ്ററിൽ നിന്ന് ചില ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടാവും. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് റെഫർ ചെയ്ത് പഠിച്ച് പോയിക്കും. പിന്നെ നിങ്ങളൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യണം. എന്നെക്കൊണ്ട് പറ്റില്ല, എന്നെക്കൊണ്ട് സാധിക്കില്ല, എന്നെക്കൊണ്ട് കഴിയില്ല എന്നുള്ള നെഗറ്റീവ് മൈൻഡ് സെറ്റ് ഒഴിവാക്കി പോസിറ്റീവ് മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്ത് പോസിറ്റീവായിട്ട് കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് എന്നെക്കൊണ്ട് പഠിക്കാൻ പറ്റും, ഒരു സമയം പോലും ഞാൻ ഈ വേസ്റ്റ് ആക്കില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് കഠിനമായി പരിശ്രമിക്കാൻ തയ്യാറാവുക. ഇങ്ങനെ ഈ രീതിയിലൊക്കെ പഠിക്കാൻ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് മാർക്ക് നേടാൻ സാധിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ nafi.edu എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചു.